ലെയർ WPC ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ കിച്ചൺ. 0.70 ഡെൻസിറ്റിയാണ് നമ്മുടെ ഈ 3 ലെയർ ഷീറ്റ് വരുന്നത്. ലിവിങ് ഹാളിൽ നിന്ന് നോക്കുന്നുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ്. നല്ല സ്ട്രോങ് സാധനമാണ്. കാല് തട്ടിയാലും അങ്ങനെ പൊട്ടുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു 90 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ടാൻഡ് ബോക്സ് ഫിറ്റ് ചെയ്തതിന് ശേഷം 60 സെൻറ്റിമീറ്ററിൻ്റെ അടുപ്പ് വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ കിച്ചൺ. ഇത് ഒരു സ്ക്വയറായിട്ടാണ് കിച്ചൺ ഉള്ളത്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യങ്ങൾ കാര്യങ്ങൾ മുകളിൽ റാക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കിച്ചൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു ഫോട്ടോസ്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ 3 ലെയർ WPC ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമേന്മ കാര്യങ്ങളെല്ലാം നല്ലൊരു വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സ്ക്രൂ ഹോൾഡിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുന്നൊരു മെറ്റീരിയൽസ് ഒരു PVC ആണിത്. അപ്പോൾ നമ്മളെടുത്ത ഷീറ്റുകളുടെ ഒരു വീഡിയോസാണ്. 0.70 ഡെൻസിറ്റിയാണ് നമ്മുടെ ഈ 3 ലെയർ ഷീറ്റ് വരുന്നത്. WPC നല്ലൊരു ഷീറ്റാണ്. ഈ ഒരു 0.7 വരുന്ന ഷീറ്റ് നല്ല ഹാർഡ്നെസ്സുള്ള ഷീറ്റായിരിക്കും. നമുക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു സ്ട്രോങ് ഷീറ്റാണിത്. അപ്പോൾ നമ്മൾ സ്ലാബ് വാർക്കാത്തത് കൊണ്ട് നമ്മൾ ബോക്സ് ടൈപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഗ്രാനൈറ്റ് വയ്ക്കുകയാണ് സാധാരണ പതിവ്. നമ്മൾ ഇപ്പോൾ ടാൻഡം ബോക്സിനുള്ളതും വാഷ് ബേസിൻ്റെയും എല്ലാം നമ്മൾ അതിൻ്റെ കള്ളികളായിട്ട് തിരിച്ചിട്ട് ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷീറ്റിന് ഏകദേശം ഒരു 4500 രൂപ ഒരു ഷീറ്റിന് വരുന്നുണ്ട്. 32 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് വരുന്നത്. അപ്പോൾ ഒരു 4500 രൂപയാണ്. ഒരു ചുരുങ്ങിയ ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ കൂടുതലെടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് കിട്ടും നമുക്ക് ഈ ഷീറ്റ്. ഇതിൻ്റെ അടിഭാഗം ഒരു മോഡേൺ സ്കേർട്ടിങ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു PVC ഷീറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ലെഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ആ ബോക്സ് ഒന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും തട്ടിയാലൊന്നൊരു കേടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്കേർട്ടിങ് നല്ലൊരു PVC ഷീറ്റ് എക്സ്ട്രാ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലൊരു പ്രൊഫൈൽ ഹാൻഡിൽ വരും. അതിൻ്റെ പുറത്താണ് നമ്മൾ ഗ്രാനൈറ്റ് വയ്ക്കുന്നത്. നല്ല ഫിനിഷിങ് കോട്ടുള്ള നല്ലൊരു ഗ്രാനൈറ്റ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ റാക്കാണ്, മുകളിലെ റാക്കാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി സ്ലാബ് വാർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മൾട്ടിവുഡ് 3 ലെയർ WPC അത് ഉപയോഗിച്ചിട്ട് നല്ല സ്ട്രോങ് ആണത്. അപ്പോൾ നമ്മൾ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് സെറ്റ് ചെയ്ത് ചുമരിലെല്ലാം ഫിക്സ് ചെയ്തെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലാബ് വാർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേമാതിരി തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ സീലിങ്ങിലേക്ക് ഇപ്പോൾ സ്ക്രൂ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഓൾറെഡി ജിപ്സം ബോർഡും കൊണ്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബട്ടർഫ്ലൈ പിക്ചറിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ സീലിങ്ങിനൊരു പ്രശ്നം വരില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അത് ലിവിങ് ഹാളിൽ നിന്ന് നോക്കുന്നുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ്. നമ്മുടെ കിച്ചൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്തുള്ളൊരു എല്ലാ സ്ട്രക്ചറെല്ലാം ആക്കിയതിന് ശേഷമുള്ളൊരു വ്യൂസാണ്. നമ്മളിതിൽ മൈക്ക കാര്യങ്ങൾ ഡോറെല്ലാം ഒട്ടിച്ച് സെറ്റായി വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുണ്ടായിരിക്കും ഈ ഒരു കിച്ചൻ. അപ്പോൾ ഓപ്പണാക്കി കിടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ലോഫ്റ്റ് ഡോറിനുള്ള ഫ്രെയിമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് പോർഷനാണിത്. ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കതിൽ പ്രൊഫൈൽ ഹാൻഡിൽ വെക്കാം. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, എന്തായാലും വാട്ടർ റെസിസ്റ്റൻസ് ആയ മൾട്ടിവുഡോ അല്ലെങ്കിൽ WPC ഉപയോഗിച്ചിട്ട് തന്നെ കിച്ചൺ ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് അതൊരു പ്ലൈവുഡോ ലാമിനേഷൻ ഷീറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്തു പറഞ്ഞാൽ കുറച്ച് കാലത്തേ അത് നിൽക്കുള്ളൂ. അപ്പോൾ കൂടുതൽ കാലം ലൈഫ് ലോങ് കിട്ടണമെങ്കിൽ നമ്മൾ WPCയോ അല്ലെങ്കിൽ മൾട്ടിവുഡോ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. ഇതതിൻ്റെ സ്കേർട്ടിങ് കാര്യങ്ങൾ ഒക്കെ വരുന്ന ഭാഗത്തെല്ലാം
നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്കേർട്ടിങ്ങിന് വരുന്ന ആ PVC ഷീറ്റ്. ഇത് വീഡിയോയിൽ കാണുന്ന മാതിരി അല്ല, നല്ല സ്ട്രോങ് സാധനമാണ്. കാല് തട്ടിയാലും അങ്ങനെ പൊട്ടുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ സ്കേർട്ടിങ്ങിന് ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് കൊടുത്തിറക്കുന്നത്. ചുറ്റും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും അതിലൊരു കറ കാര്യങ്ങളൊന്നും പിടിക്കില്ല. അപ്പോൾ അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും എല്ലാം ഒരു ഏറെക്കുറെ ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹാൻഡിലിൻ്റെ ഒരു വ്യൂസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റും ഹാൻഡിൽ കാര്യങ്ങൾ, പിന്നെ ടാൻഡം ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്ററിലൊരു പീസ് നമ്മളതിൽ ഹാൻഡിൽ തന്നെയാണിത്. അതൊരു C ടൈപ്പായിട്ടാണ് വരിക, മറ്റതൊരു L ഷേപ്പായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ടാൻഡം ബോക്സാണിത്. നമ്മൾ അതിൻ്റെ സ്ലൈഡർ കാര്യങ്ങൾ ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളൊരു വീഡിയോസ് മാത്രം തന്നെ ഇതിലുള്ളൂ. ഇത് എങ്ങനെയാണ് ഫിറ്റിങ് കാര്യങ്ങൾ എന്നെല്ലാം വരുന്നത്. ഇത് സിമ്പിളായിട്ട് നമ്മൾ 60 സെൻറ്റിമീറ്ററിലും 90 സെൻറ്റിമീറ്ററിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മോഡുലാർ കിച്ചണിൻ്റെ വരുമ്പോൾ അതിൻ്റെ ചിമ്മിനി വരുന്നത് ഒരു 90 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിനനുസരിച്ച് താഴത്തേക്ക് നമ്മൾ ആ ടാൻഡം ബോക്സ് ആ വലിപ്പ് അങ്ങനെ കാണണം. അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് 90 സെൻറ്റിമീറ്ററിൽ നമ്മളത് ആ ബോക്സ് കൂട്ടിയതിന് ശേഷം ടാൻഡം ബോക്സ് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ചിമ്മിനിയുടെ വീതിയും ഇതും എല്ലാം ഒരേ മാതിരി ഉണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ അടുപ്പിൻ്റെ ഗ്യാസ് സ്റ്റവിൻ്റെ ആ ലെങ്ത്ത് അനുസരിച്ചിട്ടും ചെയ്യാറുണ്ട്. അതൊരു 60 സെൻറ്റിമീറ്ററാണ് വരിക. അപ്പോൾ 60 സെൻറ്റിമീറ്റർ വരുമ്പോൾ ആ ഗ്യാസിൻ്റെ അടുപ്പ് എങ്ങനെയാണോ അതേമാതിരി തന്നെ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ 60 സെൻറ്റിമീറ്ററിലും കൂട്ടി കൊടുക്കുന്നുണ്ട്. രണ്ടും കാഴ്ചയ്ക്ക് ഭംഗിയെല്ലാം കിട്ടും. നമ്മളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന മോഡൽ മാതിരി തന്നെ നമ്മുടെ വീടുകളിലേക്ക് അത് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഗ്യാസിൻ്റെ നീളം, ഗ്യാസ് സ്റ്റവിൻ്റെ നീളം, ചിമ്മിനിയുടെ നീളം കാര്യങ്ങളെല്ലാം ആ ഒരു കാർപ്പൻ്ററിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താലാണ് നമ്മളത് ആ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 90 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ടാൻഡം ബോക്സ് ഫിറ്റ് ചെയ്തതിന് ശേഷം 60 സെൻറ്റിമീറ്ററിൻ്റെ അടുപ്പ് വാങ്ങിച്ചു കൊണ്ടുവരിക, ചെറിയ ചിമ്മിണി അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കിച്ചൻ്റെ ഭംഗി കുറച്ച് കമ്മിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഏതാണോ വാങ്ങിക്കുന്നത് അതിൻ്റെ അളവ് കാര്യങ്ങൾ കൃത്യമായി കിട്ടുകയാണ് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബോക്സുകൾ സെറ്റ് ചെയ്യാനും ഇതേമാതിരിയുള്ള ടാൻഡം ബോക്സുകൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക്, ഒരു വ്യൂസ് കിട്ടാൻ നമുക്ക് ഏറ്റവും പ്രധാനം കാർപ്പൻറ്റേഴ്സിന് ഇത് ആദ്യമേ ഇതിൻ്റെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതേമാതിരി ലൈറ്റ് വയ്ക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഈ പ്രൊഫൈല് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ആ ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ലൈറ്റ് വെക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം മുൻകൂട്ടിയിട്ട് കാർപ്പൻറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാലാണ് അത് ഹാങ്ങിങ് ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് ബോക്സ് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി അടിയിലുള്ള ഈ ബോക്സ് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അഴിച്ച് ലൈറ്റ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അനുസരിച്ചിട്ട് പാർട്ടിയുടെ നിർദ്ദേശം പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച